നാദിയ, എ ഷാർപ്പ് ഷൂട്ടർ, നാഷണൽ റൈഫിൾ ഷൂട്ടേഴ്സിൽ 23-ാം റാങ്ക്. സുഷമ റാണയുടെയും ശ്വേത ചൌധരിയുടെയും പിൻഗാമി. ആ കുട്ടിയുടെ ഇനിയുള്ള ചരിത്രം അറിയാമോ മയിൽവാഹനത്തിന്? അറിയാം സാർ. കുട്ടി വന്ന് കോയമ്പത്തൂർകാരി. ബോംബെയിലെ ഹാർമോണിയിലെ വാസിച്ചു പാടുന്ന ഒരു പാട്ടില്ലേ സാർ? കവാലി. കവാലി. കവാലി പാട്ടുകാരനും ആർമറി ഡീലറുമായിരുന്ന സക്കറിയ മേത്തർക്കും சிங்கர் சுல்தானாவுக்கும் பிறந்த இரட்ட பெண்மக்களில் ஒன்று இந்த நாதியா. கோவை உப்பளம் தெருவில் 1985 ജനനം. ഉമ്മ സുൽത്താന നേരത്തെ മരിച്ചുപോയി. സക്കറിയാവുടെ അതേ ക്യാരക്ടറിൽ പെൺകുട്ടികൾ വളർന്നു. നാദിയ കയ്യിൽ തുപ്പാക്കി എടുത്താച്ച്, നാദിറ കാലിൽ മണിച്ചിലങ്ക കെട്ടിയാച്ച്. ഷൂട്ടർ ആൻഡ് ഡാൻസർ. സക്കറിയ ആളെങ്ങനെ? സാർ, എൻക്വയറിലെ എനിക്ക് തെരിഞ്ഞത് அந்த சக்கரியா ஊரு மக்களுக்கு உறக்கம் கெடுத்தவனாയി மாறி എന്നാണ്. You mean terrorist? ஆமா சார். ചേരൻ എക്സ്പ്രസിൽ ബോംബ് വെച്ച കേസിലെ 4-ാം പ്രതി വന്ന് இந்த சக்கரியா. அது மட்டுமல்ல, கோயம்புத்தூர் ரயில்வே பாம்பு கேஸிலே 1-ாம் பிரதி இந்த சக்கரியா தான். ஆனா இவனை பிடிக்க முடியல. புடிகிட்ட புள்ளி ஆயுதனாலே ரயில்வே போலீஸ் நோட்டீஸ் இறக்கி. கடைசியில மദ്രാസിൽ இருந்து ஒரு சிங்க கூட்டி வந்தாச்சு. ஒரு கில்லாடி சிங்கம், ஒரே வெடி. முடிஞ்சாச்சு அவன் கதை. Sir, what happened, sir? Nothing. Sir, സക്കറിയ മേത്ര വധിച്ചത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ പഴയ ഒരു എൻകൗണ്ടർ ടീമാണ്. അതില് ഉണ്ടായിരുന്നവരുടെ പേരുകൾ കിട്ടിയിട്ടില്ല. അത് DGPയുടെ സീക്രട്ട് ഡയറിയിലാണ്. നിങ്ങൾ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത്? സക്കറിയ മേത്രയുടെ അല്ല, നാദിയ കേസ് അന്വേഷിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാളെ നമ്മൾ മുദ്രാപീഠത്തിലേക്ക് പോകുന്നു. ആ സ്ഥാപനത്തിന്റെ അതോറിറ്റീസ് ആരായിരുന്നാലും ശരി, അവരറിഞ്ഞിരിക്കണം നമ്മൾ ചെല്ലുന്ന വിവരം. സർ, आचार तो सजनी, मैं तेरे सजनी, यादों में तेरे, नींदों में तेरे, प्यासारे हो सजनी, प्यासारे हो सजनी. അകത്ത് കച്ചേരി നടക്കാണെന്ന് തോന്നുന്നു സർ. സംഗീതത്തെക്കുറിച്ച് കേൾവിജ്ഞാനം മാത്രമേ ഉള്ളൂ. ഭൈരവരാഗമാണ്. കയ്യടി കിട്ടാനുള്ള ചില സൂത്രപ്പണികളും കൂടി ചേർത്താണ് ഗസൽ രാജാവ് പാടുന്നത്. ആരാ നിങ്ങൾ? സർ, ലക്ഷ്മണൻ, ആദലക്ഷ്മി ടീച്ചർ അനിയൻ, ചിത്രകാരന. സർ, അനിയ, ഞങ്ങക്ക് ടീച്ചറെ നാദര ഒന്ന് കാണണം. നാദർ ഇവിടെ ഇല്ല. ഇറക്കി വിട്ടോ? ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. എന്നാ വിളിപ്പിക്കണം. സുദർശൻ സർ, ലക്ഷ്മണൻ വരച്ച പെയിന്റിങ്ങുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തു. നമുക്ക് ആവശ്യമുണ്ട്. സർ.
സാധകം ചെയ്യുമ്പോ ആരും ശല്യം ചെയ്യുന്നത് ഉസ്താദിന് ഇഷ്ടമല്ല. ആദിലക്ഷ്മി അല്ലേ? അതെ. ഒരു ദിവസം കോയമ്പത്തൂരിന് കച്ചേരി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ജാനകിയമ്മയുടെ കാറിൽ വീണക്കുടം പോലെ 2 കുട്ടികളുണ്ട്. ജാനകിയമ്മയ്ക്ക് ലഭിച്ച 2 സുഹൃത കുട്ടികളാ, നാദിയയും നാദറയും. എവിടുന്ന് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചില്ലേ? നല്ല കഥയെ. ജാനകിയമ്മയോട് ചോദിക്കാനുള്ള ധൈര്യവും അധികാരവും മുദ്രാപീഠത്തിൽ ആർക്കാ ഉള്ളത്? ആർക്കുമില്ല. ടീച്ചറുടെ നോട്ടത്തിൽ രണ്ടാളും എങ്ങനെ? നാദിയ രക്തചെമ്പരത്തിയാണെന്ന് വെച്ചോളൂ. സ്വർണ്ണ ചെമ്പകോ നാദിര, ഒരു സാധു കുട്ടി. ജാനകിയമ്മയുടെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗിക സ്വത്തിന്റെ അവകാശി ഷൂട്ടർ നാദിയ. ജീവച്ഛവമായി കിടക്കുന്ന നാദിയ എന്ന് പറയൂ. തന്റെ സിദ്ധികളെല്ലാം നാദിരയ്ക്കും സ്വത്തുക്കൾ നാദിയയ്ക്കും കൊടുത്തു ജാനകിയമ്മ. ജാനകിയമ്മയുടെ ആരായിട്ട് വരും ആദിലക്ഷ്മി? ആദ്യം ആരാധിക, പിന്നെ ശിഷ്യയായി, ഒടുക്കം ജാനകിയമ്മയുടെ പേഴ്സണൽ മാനേജറായി, ഇപ്പോ മുദ്രാപീഠത്തിന്റെ പ്രിൻസിപ്പൽ. ഞാനാരാ? വെറും ഒരു ശമ്പളക്കാരി മാത്രം. നാദിയയും നാദിറയും ജാനകിയമ്മയുടെ മക്കളായി മുദ്രാപീഠത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം അവകാശി ആദിലക്ഷ്മി എന്ന ഈ ശിഷ്യയും ശിഷ്യയുടെ അനുജനുമാകുമായിരുന്നു. ശരിയല്ലേ? നാദിയുടെ മുറി ഏതാണ്? നാദര, എന്താ ലക്ഷ്മൺ? പോലീസ് ചേച്ചിയെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ കൊലയാളിയെ പിടികൂടും. അവളെ ദ്രോഹിച്ചവർക്ക് കൂലി കിട്ടും. ഉറപ്പാ ലക്ഷ്മൺ. നാദിയെ വിളിച്ചുകൊണ്ടുവരാൻ ടീച്ചർ കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തുമ്പോ സമയം? കോയമ്പത്തൂരില്ല, പാലക്കാട് സ്റ്റേഷനില. ഞാനല്ല ലക്ഷ്മണനെ കാത്തുവന്നത്. ചേച്ചിക്ക് പകരം അനുജൻ പോയി. ഈ കമ്പ്യൂട്ടർ നാദിയുടേതാ. സുദർശൻ സർ. അപ്പൊ ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റ് ആണെന്ന വിവരം നാദിയ ടീച്ചറെ വിളിച്ചറിയിച്ചിരുന്നു? ഇല്ല. കള്ളം. സൗപർണിക എക്സ്പ്രസിൽ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് നാദിയ സെൽഫോണിൽ സംസാരിച്ചത് കണ്ട സാക്ഷിമൊഴികളുണ്ട് ഞങ്ങളുടെ പക്കൽ. കൊല ചെയ്തവരങ്ങനെ പല കള്ളത്തരങ്ങളും പറയും. മുദ്രാപീഠത്തിനുണ്ടല്ലോ ചില ഉത്തരവാദിത്തങ്ങൾ. നാദിയുടെ ഫോണിന്റെ കോൾ ലിസ്റ്റ് ഞങ്ങൾ എടുത്തു നോക്കി. ഒരു കോളും ആ രാത്രി ആ നമ്പറിൽ നിന്നും നാദിയെ വിളിച്ചിട്ടില്ല ഓഫീസർ. എത്ര നമ്പറുകളുണ്ട്? ഒരു നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. തെറ്റി. എത്ര നമ്പറുകളുണ്ടെന്ന് ഞാൻ ചോദിച്ചത് നാദിയുടെ കാര്യമല്ല, ടീച്ചർ. പറയണം, എത്ര സെൽ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്? 4. വീണ്ടും തെറ്റി. 4 അല്ല, 5. അതെ, അതൊരു പ്രീപെയ്ഡ് കണക്ഷൻ ആയിരുന്നു. നാദിരയുടെ നിശ്ചയം പ്രമാണിച്ച് ഞാൻ ഒരു കണക്ഷൻ കൂടി. അതെങ്ങനെ നാദിയുടെ കയ്യിൽ വന്നു? അത് ബാഗിൽ അറിയാതെ പെട്ടുപോയി. ഇപ്പൊ പെട്ടത് നിങ്ങളാണ്. നാദിയുടെ ബാഗിൽ അത് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. എന്തിന്? ആ ചെന്നൈ യാത്രക്കിടയിൽ നാദിയയുമായി തെളിവുകളില്ലാത്ത ഒരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങളത് ചെയ്തത്. ഞാൻ അത്രക്കാരിയല്ല. നിങ്ങൾ ഏത് തരക്കാരിയാലും ശരി, ആ ഫോൺ നാദിയയുടെ കൂപ്പയിൽ നിന്ന് മോഷണം പോയ സ്ഥിതിക്ക് SI മൈൽ വാഹനത്തോട് നിങ്ങൾ ആ വിവരം പറയണമായിരുന്നു. നിങ്ങളുടെ ഫോണാണെന്ന് മോഷണം പോയിരുന്നതെന്ന് പറഞ്ഞില്ല. മനഃപൂർവ്വം പറഞ്ഞില്ല. അതെനിക്ക് കൂടുതൽ തലവേദനയായി. തലവേദന തുടങ്ങി കഴിഞ്ഞു ടീച്ചറെ. ആ രാത്രി 113 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് നാദിയയും നിങ്ങളും തമ്മിൽ. നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്? നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ സംസാരിച്ചു. പിന്നെ നോ. നാദിയയുടെ ഇമെയിൽ ID? nadia_shooter@gmail.com. പാസ്വേഡ്? ഷൂട്ടർ 07. ശരിയാണോ? അതെ. അപ്പൊ മുദ്രാപീഠത്തിന്റെ മാത്രമല്ല, ഷൂട്ടർ നാദിയയുടെ സ്വകാര്യ രഹസ്യങ്ങളുടെ കീയും ടീച്ചറുടെ കയ്യിൽ ഭദ്രമാണ് അല്ലേ? നാദിയ കോമ സ്റ്റേജിലായതിനു ശേഷവും ടീച്ചർ അവരുടെ മെയിൽ ചെക്ക് ചെയ്യാറുണ്ട്? ഇല്ല. ഇല്ല എന്ന് തറപ്പിച്ച് പറയേണ്ടത് നിങ്ങളല്ല, റാക്റ്റിന്റെ സൈബർ വിങ്. സുദർശൻ, ഫ്ലിക്ക് ദ ഹാർഡ് ഡിസ്ക്. സർ. And take the book. സർ. അത് നാദിയ കഴിച്ചിരുന്ന മരുന്നുകളാ. ബെൻസോഡയാസെപ്പൻ PTSD പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എന്തായിരുന്നു പ്രശ്നം? സങ്കടവും ദേഷ്യവും വരുമ്പോ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരും. പകല് മുഴുവൻ ഓടിച്ചാടി നടക്കും. ഇരുട്ടിന് ഭയങ്കര പേടിയാ. കംപ്ലൈന്റ് ക്യാരക്ടർ.
13 എന്ന നമ്പറിനോട് ഭയങ്കര വെറുപ്പായിരുന്നു അവൾക്ക്. ടീച്ചറിനോട് ഒരു ചോദ്യം കൂടി. വെളുപ്പിന് 4 മണിക്കാണ് സൗപർണിക എക്സ്പ്രസ് കോയമ്പത്തൂരിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ട്, കൃത്യമായി പറഞ്ഞാൽ 6:30 അവിടെ നിന്നും പാലക്കാട്ടേക്ക് പുറപ്പെടുന്നത്. ആ 2.5 മണിക്കൂർ നാദിയയ്ക്ക് വിലപ്പെട്ടതാണ്. കോയമ്പത്തൂർ കഞ്ചിക്കോട് യാത്ര ബൈ റോഡ് വെറും 35 മിനിറ്റ്. 35 മിനിറ്റ് ദൂരത്ത് തന്റെ സഹോദരിയടക്കം നിങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുമ്പോ എന്തുകൊണ്ട് നാദിയ കോയമ്പത്തൂരിൽ ഇറങ്ങിയില്ല? അതോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ? പാവം, അവള് കള്ളന്മാരുടെ കണ്ണിൽ പെട്ടില്ലേ? എല്ലാം വരെടുത്തോണ്ട് പോയില്ലേ അവന്മാരെ? ഈ കേസിൽ കള്ളന്മാരില്ല, കൊലപാതകി മാത്രമേ ഉള്ളൂ. പ്രതിക്ക് ഏത് കോടതിയിലും വാദിച്ചു നിൽക്കാൻ പ്രതി തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് മോഷണ ശ്രമം എന്ന കപടനാടകം. അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള നാദിയുടെ റിവോൾവർ ഗൺ ആരെടുത്തു? കണക്കുകൂട്ടി നാദിയുടെ ജീവൻ എടുക്കാൻ വന്നവർക്ക് ഒരു തോക്കും 2 സെൽഫോണും എടുക്കാൻ എന്താ പ്രയാസം? റേപ്പ് അറ്റംപ്റ്റ് കൂടി നടന്നിട്ടുണ്ട് നാദിയുടെ നേരെ. അത് വിട്ടു കളഞ്ഞു നിങ്ങള്? only a man can do such a brutal crime. കോയമ്പത്തൂരിൽ ചെന്ന് കൃത്യം നടത്താനും പിന്നെ പാലക്കാട് സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കാനും അനുജൻ ലക്ഷ്മണിന് 2.5 മണിക്കൂർ സമയം ധാരാളം. ഇപ്പൊ കൊലപാതകിയുടെ പിന്നിലല്ല, ഒരടി മുന്നിലാണ് റാറ്റ്. ഗെറ്റ് മീ. സോറി മിസ്റ്റർ ഷറഫുദ്ദീൻ, ഐ എം റിയലി സോറി. അന്നേരം നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു മൂഡിലായിരുന്നില്ല. സംഗീതം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്റെ കൺമുമ്പിലുള്ളവരെല്ലാം സംഗീതാസ്വാദകർ മാത്രമായിരിക്കും. അല്ലാത്തവരെല്ലാം അപസ്വരങ്ങളാണ്. ഐ മീൻ റോങ് ടോൺസ്. നിങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവോ എന്നറിയില്ല, എന്നാലും കുറെ നേരം കേട്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗസൽസ്? സ്തംഭിച്ചുപോയി. ഗോഷ്ടി കാട്ടി ഒരു കോമാളിയിരുന്ന് അഹങ്കാരത്തോടെ പാടുന്നു. MD രാമനാഥൻ, MS സുബ്ബലക്ഷ്മി, ശമ്മാങ്കുടി ഇവരോടൊപ്പം മദ്രാസ് മ്യൂസിക് അക്കാദമിയിലിരുന്ന് ഒരു തലമുറയെ മുഴുവൻ സംഗീതം കൊണ്ട് കോരിത്തരിപ്പിച്ച ഉസ്താദ് ജഹാംഗീർ ഹുസൈൻ താരാമസിയുടെ മകൻ എന്ന ഒരു അലങ്കാരം കൂടി ഈ ഷറഫുദ്ദീൻ ഉണ്ട്. നമ്മൾ തമ്മിൽ ഒരു കവാലി വേണ്ട സാഹിബേ, ശരിയാവില്ല. മിസ്റ്റർ ഓഫീസർ, എന്നെയും എന്റെ സംഗീതത്തെയും ഒറ്റ സ്ട്രെച്ചിനങ്ങ് പഠിച്ചു എന്ന് കരുതരുത്. ഒടുക്കം അറിഞ്ഞു വെച്ചതൊക്കെ തെറ്റാണെന്ന് തോന്നും. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നൗ ഐ ആം ഫ്രീ. ബട്ട് ഐ എം നോട്ട് ഫ്രീ. വാചകമടിച്ച് രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട. എന്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ ഉടനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന്. അപ്പൊ ഗുലാം ഉസ്താദിന്റെ ചുണ്ടിലും ഉള്ളിലും ഒരു ഗസലും ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. A girl who was in love with rifles and points. റൈഫിൾ ക്ലബിൽ നാദിയയ്ക്ക് ലോക്കർ ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ ചാവി ഞങ്ങൾക്ക് വേണം. തരാം, അത് അവളുടെ മേശയിലുണ്ട്. പ്ലീസ്. എന്താ? എന്തു പറ്റി? എവിടെ? അത് മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും. തോന്നലൊന്നുമല്ല. നാദിയ മാത്രമല്ല, നാദിറയും കൊല്ലപ്പെടും. നാദിറയുടെ ജീവൻ ഇവിടെ സേഫ് അല്ല. You be careful.